എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സോയാ ചങ്ക്സ് കൊണ്ട് എളുപ്പത്തിലൊരു റൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. ഒരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. സോയാ ചങ്ക്സ് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ റെസിപ്പിയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 വെളുത്തുള്ളി ചെറുതായി മുറിച്ചതാണ് ഇത്. അതൊന്ന് ചെറുതായി ചൂടായി വരട്ടെ. അതിനുശേഷം നമ്മൾ അതിലോട്ട് ഒരു പകുതി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് വാടി വരണം. വാടി വന്നാൽ മാത്രം മതി. പിന്നെ നമ്മൾ അതിലോട്ട് സ്പ്രിംഗ് ഒണിയനാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലോട്ട് ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സോയാ ചങ്ക്സാണ് ഇട്ട് കൊടുക്കുന്നത്. സോയാ ചങ്ക്സ് വെള്ളത്തിൽ തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് വേവിച്ചെടുത്തതാണ്. നല്ലവണ്ണം പിഴിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സോയാ സോസുമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് വേവിച്ച് വെച്ച ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സ്പ്രിംഗ് ഒനിയനാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി സെറ്റായതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം.